കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം ആയിരിക്കട്ടെ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായ യഹോവ അവിടുന്ന് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെ വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ആ കർത്താവിനെ ആരാധിപ്പാൻ അവിടെ നമുക്ക് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യാം. മനം തകർന്നിരിക്കുന്നവരെ സൗഖ്യമാക്കി അവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് യേശു മാത്രമാണ് പറഞ്ഞു. കാരണം കലക്കുന്ന ഒത്തിരി ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ചില വാക്കുകളിൽ ഹൃദയം കലങ്ങും, ഇടപാടുകളിൽ കലങ്ങും, ചിന്തകളിൽ ഹൃദയം കലങ്ങാറുണ്ട്. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് യേശു പറയാൻ കാരണം ശിഷ്യന്മാരുടെ ഹൃദയം വല്ലാതെ കലങ്ങി മറിഞ്ഞതാണ്. യേശു അറിഞ്ഞു. മനസ്സിൻ്റെ വേദനകളെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആർക്കും അതറിയാൻ പറ്റുന്നില്ല. കൂടപ്പുറപ്പുകാർ, മക്കൾക്കോ സഹോദരങ്ങൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒന്നും അതിൻ്റെ ആഴം അറിയാതിരിക്കുമ്പോൾ ഈ പകലിലും അറിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ്, ദൈവമേ അങ്ങയുടെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ, എന്നെ കലക്കുന്ന, എന്നെ കുലുക്കുന്ന, എൻ്റെ ധൈര്യത്തെ ചോർത്തിക്കളയുന്ന സകല വിഷയങ്ങളെയും ജയിക്കാൻ എനിക്കൊരു കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കരുതലുകളും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലേക്ക് ധൈര്യം ഉണ്ടാവണം. കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഒരു പ്രാഗൽഭ്യം, എപ്പോഴും അടുത്ത് ചെല്ലാൻ, മക്കളാണ് എന്നുള്ള ബോധ്യം, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ച എല്ലാവരും ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന്, ദൈവമേ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ, അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ എന്നെ ഒന്ന് പ്രാപ്തനാക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവം നിങ്ങളോട് വ്യക്തമായി സംസാരിക്കും. അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കുന്നതിന് മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഉണ്ടോ? ഡയറക്റ്റാണ് സംസാരിക്കുന്നത്. മകൻ എന്ത് വിഷയം അപ്പനോട് പറയാം, അപ്പന് മകനോട് പറയാനുള്ളതും പറയും. ആ ഒരു ബന്ധം ലോകത്തിൽ മാതാപിതാക്കൾ മക്കളുമായിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ആഴമായൊരു ബന്ധം നാം കർത്താവുമായിട്ടുണ്ടായിരിക്കണം. കാരണം നമുക്ക് വേണ്ടി വില മുടക്കിയത് ചെറുതല്ല. ക്രൂശിൽ അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന, തിരുശരീരം കീറി മുറിക്കപ്പെട്ട, തലയിൽ വലിയ മുള്ളുകൊണ്ട് അടിക്കപ്പെട്ട, മുഖം തുപ്പലിനും നിന്നയ്ക്കും ഏൽപ്പിക്കപ്പെട്ട, ബൂട്ടുകൊണ്ട് മുതുക് ചവിട്ടി പൊളിക്കപ്പെട്ട, കണ്ടാൽ ആളറിയാതെ വണ്ണം വിരൂപമാക്കപ്പെട്ട, സ്വന്തം തോളിന്മേൽ തല ചായ്ച്ച് സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ പ്രാണനെ വിട്ടു നമ്മുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ ശാപം മാറ്റാൻ, അടിയുടെ പിടരിനാൽ സൗഖ്യം തരാൻ യേശു നമുക്ക് വേണ്ടി അടിയേറ്റു. വേദന കൊണ്ട് പുളയുമ്പോഴും എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചിട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശു, നോക്കൂ, തന്നെ ഉപദ്രവിച്ചവരെ ശപിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും നമുക്കൊരു ചേഞ്ച് ഉണ്ടാവണം. ആ യേശുവിൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തെങ്കിൽ, വില കൊടുത്തെങ്കിൽ ഞാൻ യേശുവുമായിട്ട് കൂടുതൽ ചേർന്നിരിക്കും. എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധം ഞാൻ ആഴത്തിലാക്കും എന്നൂടെ ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കാൻ എല്ലാ ദൈവമക്കളും തയ്യാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു.
സെക്കരിയ പ്രവചനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനമിട്ട നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്ന് ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുവീൻ. സ്തോത്രം. മന്ദിരത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ വയോധികന്മാർ കരഞ്ഞുപോയി. കാരണം സാഹചര്യങ്ങൾ വളരെ എതിരായിരുന്നു. അടിസ്ഥാനമിടാൻ പറ്റാത്ത രീതിയിൽ ശക്തമായ പ്രതികൂലങ്ങളുണ്ടായിരുന്നു. നമ്മൾ എസ്രായുടെ പുസ്തകം, നെഹമ്യാവിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് പഠിക്കുമ്പോൾ അവർ കരഞ്ഞുപോയി. വയോധികന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുമെന്നും പണിയിക്കുമെന്നും പൂർത്തീകരിക്കുമെന്നും അടിസ്ഥാനമിട്ടവൻ്റെ കൈകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കുമെന്നും ഒക്കെ പ്രവചനങ്ങളുണ്ടായിരുന്നു. ഈ പകൽ എനിക്ക് പറയാനുള്ള വചനത്തിൻ്റെ വെളിപ്പാട്, കർത്താവിൻ്റെ വായിൽ നിന്ന് പ്രവചന ശബ്ദം കേട്ടവർ ഈ കാലഘട്ടത്തിലും ധൈര്യപ്പെടണം. സ്തോത്രം. പ്രവചന ശബ്ദം ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ടതാണ്. അതിനി നടക്കുമോ? സാധ്യതകൾ അസ്തമിച്ചു. എങ്ങനെ നടക്കും എന്ന് ചിന്തിച്ച് ആരെങ്കിലും ധൈര്യത്തെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭയമകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവിന് പറയാനുള്ള ശക്തമായ സന്ദേശം ഇതാണ്. ഈ കാലഘട്ടത്തിലും പ്രവചന ശബ്ദം കേൾക്കുന്നവർ ആത്മാവിൽ ധൈര്യമേറ്റെടുക്കണം. നിങ്ങളോട് വാക്ക് പറഞ്ഞത് ഒരു പുരോഹിതനല്ല, വാക്ക് പറഞ്ഞതൊരു നേതാവല്ല, മറിച്ച് സർവശക്തനായ ദൈവം വാക്ക് പറഞ്ഞെങ്കിൽ അവിടുത്തെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്നാകിയാൽ ഈ പകൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ ധൈര്യപ്പെടും, ഞാൻ എഴുന്നേൽക്കും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് വിളിച്ചു പറയാൻ ദൈവാത്മാവിൽ ഇന്ന് പകൽ നമുക്ക് ധൈര്യമേറ്റെടുക്കാം. ഞാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആലയത്തിന് അടിസ്ഥാനമിട്ട സമയത്ത് ജനമെല്ലാം ന്യായപ്രമാണത്തെ വായിച്ച് കേൾപ്പിക്കപ്പെട്ടപ്പോൾ കരഞ്ഞുപോയി. സ്തോത്രം. കാരണം അവരുടെ ജീവിതത്തിൽ നടക്കുകയില്ലെന്ന് ചിന്തിച്ച കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അവർ കരയാൻ തുടങ്ങി. അത് ദുഃഖത്തിൻ്റെ കരച്ചിലല്ലായിരുന്നു, സന്തോഷത്തിൻ്റെ ഒരു കരച്ചിൽ അവരുടെ അകത്ത് വെളിപ്പെട്ടു വന്നു. ലേവ്യരും അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് ദൈവത്തിന് വിശുദ്ധ ദിവസമാണ്, അതുകൊണ്ട് ഇനി നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. ആത്മീയ അർത്ഥം ഇന്ന് പകൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത് ഒരു വാക്യം കൂടെ ഞാൻ അതിനോട് ചേർത്ത് പറയുമ്പോൾ, പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവനത്തോലന്മാരിലും മുൻപിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാർ അനേകർ ഈ ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. അങ്ങനെ ജനത്തിൽ സന്തോഷഘോഷത്തിൻ്റെ ശബ്ദവും കരച്ചിലിൻ്റെ ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാതെയിരുന്നു. ജനം അത്യുച്ചത്തിൽ ഘോഷിച്ചതുകൊണ്ട് ഘോഷം ബഹുദൂരം കേട്ടു. നോക്കൂ, ഇതിന് അടിസ്ഥാനമിടുമെന്ന് പറഞ്ഞത് ദൈവം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഇത് കേട്ട ദൈവജനം ധൈര്യപ്പെടണം. പ്രവാചകന്മാരിലൂടെ, ദൈവവചനത്തിലൂടെ നിങ്ങളെ കേൾപ്പിച്ച ആലോചനകൾ പൂർത്തീകരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് പകൽ ധൈര്യം ഏറ്റെടുക്കാൻ കഴിയും? സൈന്യങ്ങളുടെ യഹോവയുടെ ശബ്ദം കേട്ട, പ്രവചനം കേട്ട പ്രിയരെ, ഈ കാലഘട്ടത്തിലും നിങ്ങൾ ധൈര്യത്തോടെ ഇരുന്ന് ചില അടിസ്ഥാനങ്ങൾ ഇടുന്നത്, ചില അടിസ്ഥാനങ്ങൾ പൂർത്തീകരിക്കുന്നത്, ചിലത് തുറക്കുന്നത്, ദുഷ്ടപിശാച് അടച്ചതും
ഇനിയും പണിയിപ്പിക്കത്തില്ലെന്നും പറഞ്ഞ് നിന്നെ ചിഹ്ന ഭിന്നമാക്കിയത്, പല ധ്രുവത്തിൽ കൊണ്ടുവന്നത്, തകർത്ത് കളഞ്ഞത്, ദേശത്ത് ചോദ്യം ചെയ്യപ്പെട്ടത്, മറുപടി പറയാൻ കഴിയാത്തത് ഒക്കെ മുൻപിലുണ്ട്. സത്യമായിരിക്കുമ്പോൾ തന്നെ ഈ പകൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി തൻ്റെ ജനത്തെ നോക്കി വിളിച്ചു പറയുന്നു. പ്രവചന ശബ്ദം കേട്ടവർ ധൈര്യത്തോടെ പറ, ഞങ്ങളോട് പറഞ്ഞവൻ അത് നിവർത്തിക്കും. എൻ്റെ തലമുറകളോട് പറഞ്ഞവൻ അത് ചെയ്യും. എൻ്റെ കുടുംബത്തെ നോക്കി പ്രവചന ശബ്ദം ഉയർത്തുന്ന കേട്ടത് അത് പ്രാവർത്തികമാകും. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. പണിയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ്, ഒരുമിച്ച് നിർത്തത്തില്ലെന്ന് പറഞ്ഞ്, നിന്റെ തലമുറകളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ്, നിന്റെ കുടുംബ ജീവിതത്തെ ഭിന്നമാക്കുമെന്ന് പറഞ്ഞ്, നിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുമെന്ന് പറഞ്ഞ് നാളുകൾ വെല്ലുവിളിയുണ്ട്. പക്ഷേ ധൈര്യം ചോർന്നു പോകരുത്. പ്രവചനം കേട്ടവർ ഈ കാലഘട്ടത്തിൽ ധൈര്യത്തോടെ ഇരുന്ന് പറയാ, യഹോവയായ ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. സ്വർഗത്തിലെ ദൈവം ഞാൻ കാര്യങ്ങളെ സാധിപ്പിക്കും. നെഹമ്യാവതാ പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ സാധിപ്പിക്കും. ഞങ്ങൾ എഴുന്നേൽക്കും, ഞങ്ങൾ പണിയും, പ്രൈസ് ഗോഡ്, ഞങ്ങൾ നടക്കും, ഞങ്ങൾ പൂർത്തീകരിക്കും, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഞങ്ങൾ യഹോവയുടെ ശബ്ദം, ആ പ്രവചന ശബ്ദം നിവർത്തിയാകുന്നത് ഞങ്ങളുടെ കൂടാരങ്ങളിൽ സന്തോഷമായി മാറാൻ പോകുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നോക്കി, കുടുംബജീവിതത്തെ, മിനിസ്ട്രിയെ നോക്കി ദൈവാത്മാവ് കേൾപ്പിച്ച പ്രവചന ശബ്ദം ഓർത്ത് ധൈര്യം ഏറ്റെടുക്കണം. സാഹചര്യങ്ങൾ എതിരായിക്കോട്ടെ, ദേശമെതിരായിക്കോട്ടെ, അധികാരങ്ങൾ എതിരായിക്കോട്ടെ, സ്വാധീനങ്ങൾ നമുക്കെതിരാണ്. പക്ഷേ സർവശക്തൻ പറഞ്ഞു, ഞാനാ പറഞ്ഞത്. ആർക്കും ദുർബലമാക്കാൻ പറ്റാത്ത വാക്കുള്ളവൻ, കരം നീട്ടിയാൽ തിരിച്ചു മടക്കാൻ കഴിയാത്ത കരമുള്ളവൻ, അരുളിച്ചത് സംഭവിപ്പിക്കുന്നവൻ, കൽപ്പിച്ചാൽ സ്ഥാപിതമാക്കാൻ കഴിവുള്ളവൻ. ഈ പകൽ നിങ്ങളെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം ദൈവത്തിൻ്റെ ആത്മാവ് നാളുകൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞ ദൂത് മറന്നു പോകരുത്. ധൈര്യപ്പെടുവീൻ. ഈ കാലഘട്ടത്തിലും പ്രവചന ശബ്ദം കേട്ടവർ ധൈര്യമേറ്റെടുക്കണം, ബലമേറ്റെടുക്കണം, ആത്മശക്തി ഏറ്റെടുക്കണം, ദൈവകൃപ ഏറ്റെടുക്കണം. സ്തോത്രം ചെയ്യാമോ? എൻ്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇപ്പോൾ ആ വിഷയം കാണുമ്പോൾ എൻ്റെ ധൈര്യം ചോർന്നു പോകുന്നു. ഇപ്പോൾ അവൻ്റെ ശരീരത്തെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിടിയുന്നു. ഇപ്പോൾ എൻ്റെ വിവിധ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ എനിക്ക് ബലം നഷ്ടപ്പെടുന്നു. ഇല്ല, സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, പ്രവചന ശബ്ദം കേട്ടവർ ഈ പകൽ ധൈര്യമേറ്റെടുക്കട്ടെ. നിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. നിന്റെ കുടുംബത്തിൻ്റെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ ദൈവാത്മാവ് ഇടപെടുന്നു. നിന്റെ മിനിസ്ട്രിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ മുഴക്കങ്ങൾ, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ജീവിച്ചതുപോലെ ആത്മാവിൻ്റെ മുഴക്കം ദർശിക്കോ. പ്രവചന ശബ്ദം ഏറ്റെടുക്കോ, അത് റിസീവ് ചെയ്യോ. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാം. ഈ കാലഘട്ടത്തിലും പ്രവചന ശബ്ദം കേട്ടവർ ധൈര്യപ്പെടണം. അതാണ് നമ്മുടെ കുറിവാക്യം. ധൈര്യപ്പെടാൻ തയ്യാറാകുക. അടിസ്ഥാനങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. അടഞ്ഞ് തുറക്കാൻ പോകുന്നു. വിടുതലില്ലാത്ത വിഷയത്തിന്മേൽ വിടുതൽ വ്യാപരിക്കുന്നു. ശരീരത്തിന്മേൽ ബലം കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കയാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ, ദൈവസഭകളുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ, പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ മേൽ പ്രവചന ശബ്ദം നാളുകളായി കേട്ടിട്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നവരുടെ മേൽ ഈ പകൽ ധൈര്യം മാത്രമല്ല വിടുതലൂടെ അങ്ങ് നൽകുന്നതിനായി സ്തോത്രം. കർത്താവ് വാതിലുകൾ തുറക്കുന്നതിനായി ശാരീരിക മേഖലകളിൽ, മാനസിക മേഖലകളിൽ തളർത്തിയ മണ്ഡലങ്ങളുടെ മേൽ ഈ പകൽ ആ ദൂഷ്ടശക്തികളെ ആത്മാവ് ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു. ഒരു വലിയ വിടുതലങ്ങ് ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.